ഓരോ സാരിയും വെറും നൂലുകൊണ്ട് മാത്രം ഉണ്ടാക്കിയതല്ല മകളെ. അതിൽ ഓർമ്മകളുടെ ഊടും പാവും ഇഴകളായിട്ടുണ്ട്. ഓർമ്മകളുടെ ഉടുപ്പൊടുത്താണ് മനുഷ്യരെല്ലാം ജീവിക്കുന്നത്. അതെ, സത്യമാണ്. ഓർമ്മകൾക്കുള്ളിലാണ് എല്ലാവരും ജീവിക്കുന്നത്. നീ ആർക്കുപഹാരം നൽകാമെന്ന് വാക്ക് നൽകിയോ അതവരുടെ കൈകളിൽ എത്തിയേ മതിയാകൂ. ഞാൻ മറന്നുപോയതാണമ്മേ. അതൊക്കെ സംഭവിച്ചു പോയി. ഞാനത് തിരുത്തിക്കൊള്ളാം. തിരുത്തണം, ഇന്ന് തന്നെ. അമ്മയുടെ പങ്ക് അമ്മയ്ക്ക് തന്നെ സമർപ്പിക്കപ്പെടണം. അത് അമ്മയ്ക്കുള്ളതാ. ഇന്ന് നീ അത് ചെയ്തില്ലെങ്കിൽ അമ്മയുടെ കോപം അനുഭവിക്കും നീ. അമ്മ കോപിച്ചാൽ കണ്ണുകൾ കത്തിയെരിഞ്ഞ് അന്ധയാകും നീ. പിന്നെ ജീവിതം മുഴുവനും ഇരുട്ടേ കൂടെ ഉണ്ടാകും. ഇരുട്ട് മാത്രം, ഇരുട്ട് മാത്രം. അമ്മേ, 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 ശ്രീ, ഇതെന്താടി കുറെ ന്യൂസ് പേപ്പറുടെ രാവിലെ? ഇത് രവിവർമ്മൻ സാറ് കൊണ്ടുവന്നതാടി. ആ, അത് കൊള്ളാം. സാർ ഇപ്പൊ ഈ പണി തുടങ്ങിയോ? പേപ്പറിടല്? ഒന്ന് പോടി അവിടുന്ന്. ആദ്യം നീ ഈ പേപ്പർ ഒന്ന് നോക്ക്. അപ്പൊ രവിവർമ്മൻ സാർ ഇത് കൊണ്ടുവന്ന എന്തിനാന്ന് നിനക്ക് മനസ്സിലാവും. രാജനന്ദിനി ഫാബ്രിക്സ് ഹെഡായി മിസ് ശ്രീലക്ഷ്മിയെ നിയമിച്ചിരിക്കുന്നു. വെരി ഗുഡ്, കൺഗ്രാറ്റുലേഷൻസ്. സന്തോഷായി ശ്രീ, സന്തോഷായി എനിക്ക്. അല്ലടി, ഇക്കാര്യം രവി സാറിനോട് ഫോൺ ചെയ്ത് പറഞ്ഞാ പോരായിരുന്നോ? അത് രാവിലെ ഇത്ര ദൂരം വരേണ്ട കാര്യം എന്തായിരുന്നു? ഇതാണ് പ്രണയം. നിനക്കത് പറഞ്ഞ മനസ്സിലാവാത്തോണ്ടാ. അതെ അതെ, എനിക്കത് മനസ്സിലാവില്ല. പക്ഷേ ഇത് എത്ര നാള് നീണ്ടുപോകുന്ന എനിക്ക് മനസ്സിലാവാത്തത്. പ്രേമത്തിന്റെ സുഖവും സങ്കടവും അതന്നെയടി. അനിശ്ചിതത്വം, ഒന്നിനും ഒരു തീർച്ചയും കാണില്ല. അതാണ് അതിന്റെ രസതന്ത്രം. ആഹാ, പ്രേമത്തില് റിസർച്ച് നടത്തുന്ന പോലെയാണല്ലോ നിന്റെ ഈ സംസാരം കേട്ടാൽ. നീ ഇങ്ങനെ റിസർച്ച് നടത്തിക്കൊണ്ട് നടന്നോ? ഒടുവിൽ സാന്ദ്ര മാഡം രവിവർമ്മൻ സാറിനെയും കൊണ്ടുപോകും. അപ്പോഴേ നീ പഠിക്കൂ. ഒരിക്കലുമില്ല. സാന്ദ്ര മാഡം നീ വിചാരിക്കുന്ന പോലത്തെ ആളൊന്നും അല്ല കൃഷ്ണ. ഷീസ് എ ലേഡി ഓഫ് ക്യാരക്ടർ. അത് നിന്റെ ശുദ്ധ മനസ്സുകൊണ്ട് തോന്നുന്നതാ. പ്രേമത്തിലും അസൂയയിലും പെണ്ണ് എപ്പോഴും പെണ്ണ് തന്നെയാ. തനി സ്വഭാവം കാണിക്കും. ഏയ്, അങ്ങനെ അല്ലടി. സാന്ദ്ര മാഡത്തിന് സാറിന് ഇഷ്ടം തന്നെയാ. പക്ഷെ ആ ഇഷ്ടം വേറെ, സാറിന് എന്നോടുള്ള ഇഷ്ടം വേറെ. നമ്മൾ കണ്ടിരുന്നോ കാർത്യായനി ക്ഷേത്രത്തിൽ വെച്ച്? അതെ അമ്മേ, എനിക്ക് ഓർമ്മയുണ്ട്. അന്ന് അഷ്ടമിയായിരുന്നു. ഇന്നും അഷ്ടമിയാ. അതെ, എല്ലാ അഷ്ടമിക്കും കുട്ടി അമ്പലത്തിൽ വരുമല്ലേ? അതെ അമ്മേ.
എല്ലാ അഷ്ടമിക്കും അമ്പലത്തിൽ വരുന്നത് നല്ലതാണെന്നാ അച്ഛനും അമ്മയും പറയാറ്. അവരുടെ വാക്കുകൾ അനുസരിക്കുമ്പോ എനിക്കൊരു സമാധാനം കിട്ടും. സോറി അമ്മേ, ഞാൻ വെറുതെ സംസാരിച്ച അമ്മയുടെ സമയം പാഴാക്കുന്നില്ല. അമ്മ പ്രാർത്ഥിച്ചോളൂ. ആ, ഞാൻ ദേവിക്ക് സമർപ്പിക്കാനാ ഈ സാരി കൊണ്ടുവന്നത്. പക്ഷേ ഈ കത്തിയ സാരി ദേവിക്ക് സമർപ്പിക്കാൻ പറ്റില്ല. ആ, സത്യം പറഞ്ഞ കുട്ടിയെ നോക്കി നിന്നപ്പോ ഞാൻ എല്ലാം അങ്ങ് മറന്നുപോയി. അതിനിടയില സാരിക്ക് തീ പിടിച്ചത്. അയ്യോ, ഞാൻ കാരണമാണോ ഇങ്ങനെ സംഭവിച്ചത്? സോറി അമ്മ, ഞാൻ അറിയാതെ. അല്ലല്ല, തെറ്റെന്റേത് തന്നെയാ. അല്ല, ഈ സാരി കണ്ടപ്പോ ഇത് രാജനന്ദിനി സാരിയാണെന്ന് കുട്ടി കൃത്യമായി പറഞ്ഞല്ലോ. അതെങ്ങനെ മനസ്സിലായി? രാജനന്ദിനി പട്ടിന് കടുത്ത നിറങ്ങൾ കുറവായിരിക്കും. ഒരുപാട് ഡിസൈൻസും ആർട്ട് വർക്ക്സും കാണില്ല. പക്ഷെ ഒരു പ്രാവശ്യം ഇത് വാങ്ങി കൊടുക്കുന്നവര് പിന്നെ ഇത് മാത്രമേ വാങ്ങൂ. അത്രയ്ക്ക് ഇഷ്ടപ്പെടും. പ്രധാന കാരണം ഇതിന്റെ ക്വാളിറ്റിയും വില കുറവാ. ആഹാ, കൊള്ളാലോ. ഇതൊക്കെ ആര് പറഞ്ഞു തന്നു? കുട്ടിക്ക് ഇതൊക്കെ എങ്ങനെ അറിയാം? എന്റെ അച്ഛനൊരു ചെറിയ ടെക്സ്റ്റൈൽസിലാ ജോലി ചെയ്യുന്നത്. അച്ഛൻ എപ്പോഴും രാജനന്ദിനി പട്ടിനെ കുറിച്ചും അതിന്റെ നെയ്ത്തിനെ കുറിച്ചും പറയാറുണ്ടമ്മേ. ആഹാ, ആ കടയിൽ ഏറ്റവും കൂടുതൽ വിൽക്കുന്നത് രാജനന്ദിനി സാരികളാ. രാജനന്ദിനിയാണ് ബെസ്റ്റ്, എല്ലാവർക്കും അറിയാതെ. കുട്ടിയുടെ സംസാരം കേൾക്കാൻ നല്ല രസമുണ്ട്. നിനക്ക് എന്തെങ്കിലും ഒരു സമ്മാനം തരണമെന്നാ എന്റെ മനസ്സ് പറയുന്നത്. അയ്യോ അമ്മേ, ഞാൻ വെറുതെ 2 വാക്ക് പറഞ്ഞതിനാണോ സമ്മാനം? എനിക്കൊന്നും വേണ്ടമ്മേ. അങ്ങനെയല്ല, കുട്ടി ഇപ്പൊ പറഞ്ഞില്ലേ മുതിർന്നവരുടെ വാക്ക് കേൾക്കുമ്പോ കുട്ടിക്ക് സമാധാനാവുമെന്ന്. അപ്പോ ഇത് എന്റെ സമാധാനത്തിനും എന്റെ സന്തോഷത്തിനുമാ. ആ, കുട്ടിയുടെ അഡ്രസ് തന്നോളൂ. എനിക്ക് എന്തെങ്കിലും തന്നേ പറ്റൂ. അതമ്മേ, ഞാൻ അഡ്രസ് തരാം. അമ്മക്ക് എപ്പോ വേണമെങ്കിലും എന്റെ വീട്ടിലേക്കും വരാം. പക്ഷെ പ്ലീസ് ഒന്നും കൊണ്ടുവരരുത്. അതിന്റെ ആവശ്യമില്ലാഞ്ഞിട്ടാ. അത് പറ്റില്ല. കുട്ടിക്ക് എന്തെങ്കിലും തരാതെ എനിക്ക് മനസ്സമാധാനം ആവില്ല എന്നൊരു തോന്നല്. ഞാൻ ഈ അമ്പലത്തിൽ വന്ന് കുട്ടിയോടെ വെച്ച് കണ്ടപ്പോ ഇങ്ങനെയൊരു ചിന്ത എന്റെ മനസ്സിൽ വന്നുവെങ്കിൽ അതിന് എന്തെങ്കിലും ഒരു പ്രത്യേകത ഉണ്ടോന്ന് വിചാരിച്ചോളൂ. അതുകൊണ്ട് എന്തെങ്കിലും കുട്ടിക്ക് തന്നേ പറ്റൂ. ഞാനത് തന്നില്ലെങ്കിൽ മരിക്കുന്നത് വരെ അതിന്റെ വിഷമം എന്റെ മനസ്സിലുണ്ടാവും. കുട്ടി അത് വാങ്ങണം. പറ്റില്ല എന്ന് പറയരുത്. അയ്യോ അമ്മ, എന്തിനാ ഇങ്ങനൊക്കെ പറയുന്നത്? ശരി, അമ്മയ്ക്ക് തരണമെന്ന് അത്ര നിർബന്ധമാണെങ്കിൽ ഈ സാരി തന്നോളൂ. എനിക്കത് ഭയങ്കര സന്തോഷാ. അയ്യോ, ഈ കത്തിയ സാരിയോ? അതെ. അമ്മ എന്നെ നോക്കി നിന്നപ്പോ പറ്റിയ അബദ്ധമാണെങ്കിൽ അതിന് ദേവി അറിഞ്ഞു ചെയ്ത അനുഗ്രഹമാണെന്ന് കരുതി ഞാൻ അതിനെ വാങ്ങും. എത്ര ഭംഗിയായിരിക്കുന്നു അല്ലേ? ഇതൊന്ന് ഉടുത്തു നോക്കാൻ കൊതിയാവും എനിക്ക്. സാരി രാജനന്ദിനിയാ, അതതിന്റെ ഗുണം കാണിക്കും. എവിടെയെങ്കിലും തന്നെ നോക്കട്ടെ. നല്ല വിലപിടിപ്പുള്ള സാരിയായത്. നല്ല ഭംഗിയുണ്ട് കാണാൻ. ഭംഗി മാത്രമല്ല, ഈടും കൂടുതലാ. കടയിൽ ഒരു പീസിന് 8 മുതൽ 10,000 വരെ വില വരും. എന്റെ കരിക്കോത്തിയമ്മേ, 10,000? ഓ, ഈ സാരി അവര് ഫ്രീ ആയിട്ട് തന്നെങ്കിൽ അവര് ഇത് വലിയ വീട്ടിലെ അമ്മയായിരിക്കും എനിക്ക് തോന്നുന്നത്. ചിലപ്പോ രവിവർമ്മൻ സാറിനെക്കാളും വലിയ വീട്ടിലുള്ളതാവാനും മതി. ആ അമ്മയെ കാണാൻ നല്ല ഐശ്വര്യായിരുന്നു അമ്മ. നല്ല ആഠ്യത്യം ഉണ്ടായിരുന്നു. കണ്ടപ്പോ തന്നെ കൈകൂപ്പി തൊഴണമെന്ന് തോന്നിപ്പോയി. അതിപ്പോ ആരായാലും ശരി, അവരുടെ കയ്യിൽ നിന്ന് നീ സാരി വാങ്ങരുതായിരുന്നു. അത് മോശമായി പോയി. ആ അമ്മ നിർബന്ധിച്ചിട്ടാ അച്ഛാ. ഇനി ഇത് വാങ്ങിച്ചില്ലെങ്കിൽ വേറെ വലിയ ഗിഫ്റ്റ് വാങ്ങിത്തരുന്നു ഭയന്നിട്ടാ എനിക്കിത് വാങ്ങേണ്ടി വന്നത്. എന്തായാലും നീ ഒന്നും മിണ്ടാത്തെ? ഇക്കാര്യം ചിറ്റപ്പനും കുഞ്ഞമ്മ അറിഞ്ഞ എന്തായിരിക്കും സംഭവിക്കുമെന്ന് നിനക്കറിയാലോ. ഞാനിനി പറഞ്ഞു തരണോ നിനക്കത്? മായച്ചി, അത് ഞാൻ അന്ന് സാന്ദ്ര മാഡത്തിനോട് സംസാരിക്കാൻ. അത് നിനക്ക് ഫോണിൽ സംസാരിക്കായിരുന്നല്ലോ. എന്തിനാണ് അർദ്ധരാത്രി നേരിട്ടൊരു കൂടിക്കാഴ്ച?
അല്ലെങ്കിൽ തന്നെ മാഡത്തിനോട് സംസാരിച്ചിട്ട് നിനക്ക് രാത്രി തന്നെ ഓട്ടോ പിടിച്ച് മടങ്ങി വരായിരുന്നല്ലോ. അല്ലെങ്കിൽ എന്നോട് കാത്തു നിൽക്കാൻ പറഞ്ഞിട്ട് പിന്നീട് എന്റെ കൂടെ വരായിരുന്നു. അതൊന്നും ചെയ്തില്ല എന്ന് മാത്രമല്ല, ഞാൻ നിർബന്ധിച്ചിട്ടും നീ വാശി പിടിച്ചു. അപ്പോഴേ എനിക്ക് നിന്നെ സംശയം തോന്നിയതാ ശ്രീകുട്ടി. രവിവർമ്മൻ സാറ് നിനക്ക് ബോസ് മാത്രമല്ലാന്ന്. അതിനേക്കാൾ വലിയ മറ്റെന്തോ കൂടിയാണ്. അല്ലെന്ന് പറയാൻ പറ്റുമോ നിനക്ക്? അല്ലെങ്കിൽ ഞാൻ നേരിട്ട് കണ്ടതാണല്ലോ. ഈ രവിവർമ്മൻ സാറ് നിന്നെ മാത്രം എന്തിനാ സ്വന്തം കാറിൽ വീട്ടിൽ കൊണ്ടുവന്ന് വിടുന്നത്? കമ്പനിയിലെ വേറെ എംപ്ലോയീസിനോട് ഇല്ലാത്ത താല്പര്യം നിന്നോട് മാത്രം എന്തിനാ? മനസ്സിലാവുന്നില്ല. എന്തേടി നിന്റെ നാവ് ഇറങ്ങിപ്പോയോ? അതോ ഞാൻ പറഞ്ഞൊന്നും നീ കേട്ടില്ലേ? നോക്ക്, ഒരു പെൺകുട്ടി തന്റെ ബെഡ്റൂമിൽ ഒരു പുരുഷന്റെ ഫോട്ടോ വെച്ചാ അതിന്റെ അർത്ഥം എന്താണെന്ന് നിനക്ക് അറിയാമോ? അറിയില്ലെങ്കിൽ കേട്ടോ. സാന്ദ്രമ്മയുടെ സ്വന്തം ബെഡ്റൂമിൽ രവിചന്ദ്രൻ വർമ്മ സാറിന്റെ ഫോട്ടോ വെച്ചിട്ടുണ്ട്. രാത്രിയും പകലും കൺനിറയെ കാണാൻ. ഒരു കാര്യം നീ വ്യക്തമായി മനസ്സിലാക്കിക്കോ. സാന്ദ്ര മേഡം തന്റെ മനസ്സിലും വീട്ടിലെ ബെഡ്റൂമിലും രവിവർമ്മൻ സാറിനെ പൂജിക്കുന്നുണ്ട്, ആരാധിക്കുന്നു. ഒന്നും രണ്ടും അല്ല, കഴിഞ്ഞ 10 വർഷമായി രവിവർമ്മൻ സാറിനോട് തന്റെ ഇഷ്ടം പറയാനാവാതെ സാന്ദ്ര മേഡത്തിന്റെ മനസ്സ് പിടയ്ക്കുന്നുണ്ട്. 2 ദിവസത്തിനുള്ളിൽ തന്നെ ഞാനത് മനസ്സിലാക്കി കഴിഞ്ഞു. നാളെ അമ്മ ഓഫീസിൽ വരും. എനിക്കറിയാം, അമ്മ വരണമല്ലോ. നീ കുറച്ചു ദിവസം മുമ്പ് എന്നോട് പറഞ്ഞിരുന്നില്ലേ ഇനി കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകണമെന്ന്? മുന്നോട്ട് കൊണ്ടുപോകാനോ? എന്ത് കാര്യം? ശ്രീലക്ഷ്മിയുടെ കാര്യം തന്നെ. ലാപ്ടോപ്പ് മടക്കി വെച്ച് എണീറ്റപ്പോഴേ എനിക്ക് മനസ്സിലായി അസുഖം എന്താണെന്ന്. രാജാറാം, ഞാൻ സീരിയസ് ആയിട്ട് കാര്യം പറയുമ്പോൾ നിന്റെ പൊളിച്ച തമാശ വേണ്ട. ശരി ശരി. സാറ് കാര്യം പറ. എന്താ എത്ര സീരിയസ്? നാളെ അമ്മയും ശ്രീലക്ഷ്മിയും തമ്മിൽ കാണും. ആ കാര്യം ആലോചിക്കുമ്പോ എനിക്ക് ചെറിയ ടെൻഷനൊക്കെ തോന്നുന്നുണ്ട്. ചെറിയതല്ല, വലിയ ടെൻഷൻ വേണമെന്നാ എന്റെ അഭിപ്രായം. കാരണം ബാക്കിയുള്ളവർ നിർബന്ധിച്ചിട്ടല്ല നീ പ്രേമിക്കുന്നത്, നിന്റെ മാത്രം ഇഷ്ടമാണത്. നോക്ക്, എനിക്ക് തീരെ താല്പര്യമില്ലാത്ത വിഷയമാണത്. വേറെ എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ പെട്ടെന്ന് പറഞ്ഞു തീർക്ക്, എനിക്ക് പോണം. വേറൊന്നും പറയാനില്ല. ആദ്യം ശ്രീലക്ഷ്മി അമ്മയ്ക്ക് പരിചയപ്പെടുത്തി കൊടുക്കണം. ആ നിമിഷം എന്റെ മനസ്സ് നിറയാം. ബെസ്റ്റ്. അതിനു മുമ്പ് ഒരു ഈശ്വര പ്രാർത്ഥന കൂടി പ്രോഗ്രാമിൽ ചേർത്താൽ നന്നായിരിക്കും. എന്താ, ഞാൻ സാന്ദ്ര മാഡത്തിനെ വിളിച്ച് പറയട്ടെ അജണ്ട മാറ്റി എഴുതാൻ? ഒന്നും മിണ്ടാതിരിക്കട. ശ്രീലക്ഷ്മിയെ പരിചയപ്പെടുത്തിയ ശേഷം എങ്ങനെ അമ്മയോട് ഈ വിഷയം സംസാരിക്കും എന്നതാണ് പ്രധാനപ്പെട്ട കൺഫ്യൂഷൻ. ചെറിയ ഒരു ധൈര്യക്കുറവുള്ളതുപോലെ. അതെ, പ്രായത്തിന്റെ കുഴപ്പമാണ് സാർ. പ്രായം കൂടുന്തോറും ധൈര്യം കുറയുമായിരിക്കും, പ്രത്യേകിച്ചും ഈ വിഷയത്തിൽ. ഏയ്, അതൊന്നുമല്ല. ഇതിനോടൊപ്പം എനിക്ക് വേറൊരു പ്രശ്നം കൂടെ ഉണ്ട്. അതാണ് അട്ടർ കൺഫ്യൂഷൻ. ശ്രീലക്ഷ്മി മാഡത്തിന്റെ അച്ഛനോടും അമ്മയോടും സംസാരിക്കുന്നതിനെ കുറിച്ചാണോ എന്തോ? അല്ല, അത് സാൻഡ്രയുടെ കാര്യത്തിൽ. അവളോട് എനിക്കുള്ള അടുപ്പവും ഇഷ്ടവും കെയറിങ്ങും ഒക്കെ അവൾ തെറ്റായ അർത്ഥത്തിൽ കാണുന്നു. അവളെ അതെങ്ങനെ പറഞ്ഞ് മനസ്സിലാക്കും? ശ്രീകുട്ടി നല്ല ഉത്സാഹത്തിലാണല്ലോ ഇന്ന്. സാരി ഉടുത്തോണ്ട് പോകാന്ന് പറയുന്നത് പ്രമോഷൻ കിട്ടിയ സന്തോഷത്തിലാണോ അതോ ഇനി രവിവർമ്മ സാറിനെ കാണിക്കാനാണോ? ഈ ചുറ്റിക്കളി കണ്ടുപിടിക്കാൻ പറ്റില്ലല്ലോ ഇതുവരെ. എടിമായേ, ദോശ കരിയുന്നുണ്ട്. നീ എന്താ ഉറങ്ങുവാണോ അവിടെ? നീ ഒന്ന് ചെന്ന് സഹായിക്ക സരോജം. അവളെ കൊണ്ട് ഒറ്റയ്ക്ക് പണിയെടുപ്പിക്കണമെന്നില്ല. പിന്നെ ഒരു ദോശ തിരിച്ചിടാൻ 4 ആള് വേണമല്ലോ.
ഈ പെൺപിള്ളാരെല്ലാം ഇങ്ങനെ എങ്ങനെ ജീവിക്കുന്നു എനിക്ക് മനസ്സിലാവുന്നില്ല എന്റെ ഈശ്വര. അതേ, നീ വലിയ ന്യായമൊന്നും പറയണ്ട. കല്യാണം കഴിഞ്ഞു വന്നപ്പോ നീ കുറച്ചുനാൾ എനിക്ക് കരിഞ്ഞ ദോശ തന്നെ ഉണ്ടാക്കി തന്നുകൊണ്ടിരുന്നത്. നിങ്ങക്ക് എന്നെ വിട്ടങ്ങ് ഗൾഫിലെങ്ങാനും പൊക്കൂടായിരുന്നോ? നമ്മുടെ കുടുംബമെങ്കിലും രക്ഷപ്പെടുമായിരുന്നല്ലോ. ഞാനന്ന് ഗൾഫിൽ പോയിരുന്നെങ്കിലേ നിന്റെ കരിഞ്ഞ ദോശ ആര് തിന്നുമായിരുന്നോടി? അത് നീ പറ. അയ്യോ, ഒന്നും പറയുന്നില്ലേ. അങ്ങയുടെ മഹാമനസ്കതയ്ക്ക് 100 കോടി പുണ്യം കിട്ടും. ദോശ ഇട്ടത് മതി, നീ പോയി ചമ്മന്തി ഉണ്ടാക്ക്. അല്ല കുഞ്ഞമ്മേ, ശ്രീകുട്ടി സാരി ഉടുത്ത് പോവാന്ന് പറഞ്ഞപ്പോ കുഞ്ഞമ്മ എന്തിനാ വേണ്ടാന്ന് പറഞ്ഞത്? അവക്ക് സാരി ചേരൂലേ? ഓ, അവള് ചെറിയ പെണ്ണല്ലേടി, ഇനി സമയമുണ്ടല്ലോ സാരിയെ കൊടുക്കാൻ. ആ, എന്നൊന്നും വിചാരിക്കണ്ട. നമുക്ക് മാത്രം നമ്മുടെ മക്കൾ എന്നും ചെറുതായിട്ട് തോന്നുന്നേ. പക്ഷേ എല്ലാവരും അങ്ങനെയല്ല ചിന്തിക്കുന്നേ. അവളും എന്ന് പറഞ്ഞ ആന്തടി നീ അങ്ങനെ പറഞ്ഞത് മനസ്സിലായില്ല. എനിക്ക് തോന്നി, ഞാൻ പറഞ്ഞു. മോളെ, ദേ ഫോൺ. ഹലോ മാഡം. ആ, ഞാൻ റെഡിയായി. ഇപ്പായിരുന്നു. ആ, ശരി ശരി. സാന്ദ്ര മാഡം വിളിച്ചത്. ഞാൻ ഇതുവരെ റെഡി ആയില്ലല്ലോ. അവളുടെ പറച്ചില് കേട്ടാലേ നമ്മള് കാരണം ലേറ്റ് ആയി പോയെന്ന് തോന്നുമല്ലോ. അച്ഛാ, ശ്രദ്ധിച്ചോ? എന്ത്? ഇപ്രാവശ്യം അഷ്ടമിക്കേ അവള് ദുസ്വപ്നൊന്നും കണ്ടില്ല. ശരിയാ, കുറച്ചു നാളായി ദുസ്വപ്നം എപ്പോ കാണുന്നോ എപ്പോ കാണില്ല എന്നൊന്നും പറയാൻ പറ്റുന്നില്ല. എന്റെ കരിക്കൂത്തിയമ്മേ, അനുഗ്രഹിക്കണേ ദേവി. സ്വന്തം മോളുടെ കാര്യം കരിക്കോത്തി അമ്മയ്ക്ക് മാത്രം വിട്ടുകൊടുക്കല്ലേ കുഞ്ഞമ്മേ. ഇടയ്ക്കിടയ്ക്ക് അവളെ സ്വയം ഒന്ന് ശ്രദ്ധിക്കുന്നത് നല്ലതാ. അമ്മ, സാറ് പറഞ്ഞത് കാര്യാക്കണ്ട. അമ്മ വന്ന സന്തോഷം കൊണ്ട് വെപ്രാളം പിടിച്ചു പറഞ്ഞപ്പോ വാക്ക് തിരിഞ്ഞു പോയതാ. സോറി അമ്മേ. ഓ, വർമ്മൻ ഗ്രൂപ്പ് ഓഫ് കമ്പനീസിന് വേണ്ടിട്ട് രാജാറാം ഇപ്പൊ ഓക്കെ അല്ലേ? താൻ എപ്പോഴും ഓക്കെ അല്ലേ? ചില സമയങ്ങളിൽ ഒഴികെ. നമസ്കാരം അമ്മേ, സുഖമല്ലേ? സുഖമായിരിക്കുന്നു രാമമൂർത്തി സാർ. സാറിന് സുഖമല്ലേ ഇവിടെ? ആ, സുഖമാണ് അമ്മേ. അമ്മയ്ക്ക് ജന്മദിനാശംസകൾ. താങ്ക് യു. നിങ്ങളെല്ലാവരും രവിയോടൊപ്പം ഉള്ളതാ എന്റെ ആശ്വാസം. നിങ്ങളുടെ എല്ലാവരുടെയും സഹകരണം ഇല്ലായിരുന്നെങ്കിൽ വർമ്മൻ ഗ്രൂപ്പ് ഇന്ന് ഈ നിലയിൽ വളരില്ലായിരുന്നു. എല്ലാവർക്കും എന്റെ ആത്മാർത്ഥമായ നന്ദിയുണ്ട്. ഞങ്ങളെല്ലാവരും രവിവർമ്മൻ സാറിന്റെ സഹയാത്രികരാണ് മാഡം. മാസ്റ്റർ ബ്രെയിൻ എപ്പോഴും സാറിന്റെ മാത്രമാണ്. ഏയ്, അങ്ങനെയൊന്നല്ല. അമ്മ പറഞ്ഞതാണ് അതിന്റെ ശരി. നിങ്ങളെല്ലാവരും ഒപ്പമില്ലെങ്കിൽ വർമ്മൻ ഗ്രൂപ്പ് തന്നെ എക്സിസ്റ്റ് ചെയ്യില്ല. അതെ. So on behalf of Mrs. Warman and me myself, we sincerely express our gratitude to all of you. A big salute. Thank you. മേഡം, സാറ് വേണ്ടെന്ന് പറഞ്ഞതാണ്. എങ്കിലും പ്രതീകാത്മകമായി ഞങ്ങളൊരു കേക്ക് റെഡിയാക്കിയിട്ടുണ്ട്. മേഡം, അതൊന്ന് കട്ട് ചെയ്താൽ വളരെ സന്തോഷാകും. പിന്നെന്താ, വന്നോളൂ. അമേരിക്ക. ഓക്കെ ഗായ്സ്, രാജനന്ദിനി ഫാബ്രിക്സ് എന്ന് പറഞ്ഞാൽ എന്റെ അഭിപ്രായത്തിൽ ലാളിത്യത്തിന്റെയും അഴകിന്റെയും ഉറപ്പിന്റെയും അപൂർവതയുടെയും ഒരു കണ്ണാടിയാണെന്ന് ഞാൻ പറയും. എല്ലാത്തിലും ഉപരിയായി നിഷ്കളങ്കതയുടെ തന്നെ ഒരു പ്രതിബിംബം. അതുകൊണ്ട് തന്നെ രാജനന്ദിനിയുടെ ഹെഡാകാൻ പോകുന്ന ആളും ഈ ഗുണങ്ങളെല്ലാം ഉള്ള ഒരാളായിരിക്കണമെന്ന് എനിക്ക് നിർബന്ധമുണ്ടായിരുന്നു. ബൈ ഗോഡ്സ് ഗ്രേസ് അങ്ങനെയുള്ളൊരു വ്യക്തിയെ തന്നെയാണ് രാജനന്ദിനിയുടെ ഹെഡായിട്ട് അധികാരമേൽപ്പിക്കാൻ പോകുന്നത്. ഓഹോ,
അപ്പൊ ഇതാണല്ലേ നീ പറഞ്ഞ സർപ്രൈസ്? അതെ അമ്മ, ഡെഫിനറ്റ്ലി ആ ആളെ കണ്ടാൽ ആ സ്ഥാനത്ത് അധികാരമേൽക്കാൻ ഇതിനേക്കാൾ യോഗ്യതയുള്ള വേറൊരാളില്ല എന്ന് അമ്മ തന്നെ ഉറപ്പിച്ചു പറയും. എനിക്ക് നല്ല വിശ്വാസമാണ്. അപ്പോ ഞാൻ ആ വ്യക്തിയെ ഇങ്ങോട്ട് ക്ഷണിക്കട്ടെ? ഷുവർ സർ. Yes, sir. We are waiting. Ladies and gentlemen, please welcome our new head of Rajanandani Fabrics, Miss Sri Lakshmi. ആര് പറഞ്ഞിട്ടാ ഇങ്ങനത്തെ ഡ്രസ്സൊക്കെ ഇട്ടെ? ഛേ, വരൂ ശ്രീലക്ഷ്മി. ആ കുട്ടി നിൽക്കൂ. ആദ്യം കുറച്ചു നേരം അമ്പലത്തിൽ വെച്ച് കണ്ട അതേ പെൺകുട്ടിയാണ് ഇതെന്ന് സംശയം ഉണ്ടായിരുന്നു എനിക്ക്. അമ്പലത്തിൽ വെച്ച് വേറെ ഡ്രസ്സിലല്ലേ കണ്ടത്, ഇതുപോലൊന്നും ആയിരുന്നില്ല. അതാ ചെറിയൊരു ആശയക്കുഴപ്പം വന്നത്. നിന്നെ കാണാൻ നല്ല ഭംഗിയാ. പക്ഷെ നീ എന്തിനിങ്ങനെ വിഷമിച്ച് നിൽക്കുന്നേ? നിന്റെ ബോസ് അങ്ങനെ പെരുമാറിയതുകൊണ്ടാണോ ടെൻഷൻ? രവി വേറെ ഏതോ വിഷയത്തിൽ അപ്സെറ്റ് ആയതുപോലെയുണ്ട്. അവന്റെ സംസാരം മോളെ വിഷമിപ്പിച്ചു അല്ലേ? അതൊന്നും നീ മനസ്സിൽ വെച്ചേക്കണ്ട. എന്റെ മോനെ എനിക്കറിയാം, അവനൊരു പാവം കുട്ടിയാ. മറ്റൊരാളെ ഇഷ്ടപ്പെടാനേ അവന് കഴിയൂ, വെറുക്കാൻ അവന് കഴിയില്ല. അയ്യോ, എന്തു പറ്റി? എന്തിനാ കുട്ടി കരയുന്നേ? അയ്യേ, നോക്ക്, പെൺകുട്ടികൾ ഇങ്ങനെ തൊട്ടാവാടികളാകരുത്. ഒരാളൊരു വാക്ക് കടുപ്പിച്ച് പറഞ്ഞാൽ മുഖം കറക്കുന്നതും കലങ്ങുന്നതും ഇന്നത്തെ പെൺകുട്ടികൾക്ക് ചേരും. കുഞ്ഞമ്മയുടെ ഫോൺ 2-3 പ്രാവശ്യം ബെല്ലടിച്ചു. നീ എടുക്കാത്ത എന്താ? ഏയ്, വേറൊരാളുടെ ഫോൺ നമ്മൾ എടുക്കാൻ പാടില്ല. അത് രഹസ്യമുള്ളവർക്ക്. സരോജത്തിന് അതില്ല. നിനക്ക് ഫോൺ എടുക്കാം. ഹലോ. നീ എന്താ സരോജം ഫോൺ എടുക്കാത്തത്? എത്ര നേരമായി ഞാൻ വിളിക്കണു. എന്തിനാ കിടന്നിങ്ങനെ വിളിക്കുന്നേ? കടയിൽ പോയാ കടയിലെ കാര്യം നോക്കിയ പോലെ നിങ്ങക്ക്. മോളെ നീ വിളിച്ചോ? എന്തായി അവിടുത്തെ കാര്യങ്ങള്? ആ, എനിക്ക് തോന്നി ഇതിനായിരിക്കും ഇങ്ങനെ കിടന്ന് വിളിക്കുന്നതെന്ന്. അതെ, അവിടെ അവൾക്ക് ഒരു കുഴപ്പമില്ല. ആദ്യം ഞാൻ അവളെ ഒന്ന് വിളിക്കട്ടെ,
എന്നിട്ട് പറയാം എന്തെങ്കിലും കുഴപ്പമുണ്ടോന്ന്. തൽക്കാലം നിങ്ങൾ എവിടെ കച്ചവടത്തിന്റെ കാര്യം നോക്ക്. അല്ലെങ്കിലേ കടയിൽ വരുന്ന കസ്റ്റമേഴ്സ് അവരവരുടെ പാട്ടിന് പോകും. പറഞ്ഞില്ലെന്ന് വേണ്ട. വെറുതെ മനുഷ്യന് മെനക്കെടുത്താനായിട്ടും. ഇതെന്താ കുഞ്ഞമ്മേ, ചിറ്റപ്പിന് ഫോൺ ചെയ്ത് വിരട്ടുന്നോ? പിന്നെ വരട്ടാതെ ഒരു സമാധാനം തരണ്ടേടി മനുഷ്യന്. മോള് രാവിലെ രവിവർമ്മ സാറിന്റെ അമ്മ വരുന്നു എന്ന് പറഞ്ഞ് ഇവിടുന്ന് ധൃതിയിൽ ഓടിപ്പോയില്ലേ? അത് കണ്ട് അവിടെ അച്ഛനെ കടയിൽ പോയി ഇരുന്നിട്ട് ഒരു സമാധാനവും ഇല്ല. അവളെയാണെങ്കിൽ ഫോൺ വിളിച്ചിട്ട് കിട്ടുന്നുമില്ല. അതിനാ എന്നോട് വിളിക്കാൻ പറയുന്നേ. ഞാൻ വിളിച്ചിട്ട് കിട്ടുന്നില്ലെന്നേ. ദേ കൂ കൂ കൂന്ന് ശബ്ദം മാത്രമേ ഉള്ളൂ, ബെല്ലടിക്കുന്നില്ല. ചെലപ്പോ തിരക്കായതുകൊണ്ട് എടുക്കാത്തതും ആയിരിക്കും. എത്ര തിരക്കാണെങ്കിലും വീട്ടിൽ നിന്ന് വിളിക്കുമ്പോ എടുത്തൂടെ? അത്രയ്ക്ക് തിരക്കെന്താ അവൾക്കവിടെ? ആ, നീ ആള് കൊള്ളാലോടി. ചിറ്റപ്പന്റെ അതേ സ്വഭാവമാണല്ലോ നിനക്കും. അല്ല കുഞ്ഞമ്മേ, രവിവർമ്മ സാറിന്റെ അമ്മ ഓഫീസിൽ വരുന്നതിന് ഇവൾക്കെന്തിനാ എത്ര വെപ്രാളം? അതെനിക്ക് അങ്ങോട്ട് ദഹിക്കുന്നേ ഇല്ലല്ലോ. ഓ, അത് കൊള്ളാം. അവളുടെ ബോസിന്റെ അമ്മ അവള് ജോലിക്ക് ചേർന്ന ശേഷം ആദ്യമായിട്ട് ഓഫീസിൽ വരുന്നത്. അപ്പൊ അതിന്റെ ഒരു സന്തോഷ വെപ്രാളം നമുക്കായാലും ഉണ്ടാവില്ലേ? ബോസ് വരുമ്പോ ഉണ്ടാവും, ബോസിന്റെ അമ്മ വരുമ്പോ ഉണ്ടാവുമെന്തോ എനിക്കറിഞ്ഞൂടെ. ഇവളിടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഓരോ നമ്പർ ഡയലോഗുകൾ അടിക്കുന്നുണ്ടല്ലോ. അതെന്തായാലും ഒന്ന് അന്വേഷിക്കണമല്ലോ. ഏതായാലും എനിക്ക് വളരെ സന്തോഷമായി രവി. സാന്ദ്രയും രാജാറാമും നിന്നോടൊപ്പമുള്ള കാലത്തോളം എനിക്കൊരു പേടിയില്ല. നീ സേഫാണ് എല്ലാ രീതിയിലും. നമ്മളെ സാന്ദ്രെ, നീ കമ്പനിക്ക് വേണ്ടി എത്രത്തോളം കഷ്ടപ്പെടുന്നുവോ അതിന്റെ ഫലം എന്തായാലും നിനക്ക് കിട്ടിയിരിക്കും. ആ, അപ്പൊ ശരി, നമുക്കിറങ്ങാം. വരട്ടെ മോളെ, ഓൾ ദ ബെസ്റ്റ്. സമയം കണ്ടെത്തി നീ ഒരു ദിവസം വീട്ടിലേക്ക് വരണം. ഇന്ന ദിവസമൊന്നും നോക്കണ്ട, എപ്പ വേണമെങ്കിലും വരാം. ഞാൻ അവിടെ ഉണ്ടാവും നിന്നെ സ്വീകരിക്കാൻ. തീർച്ചയായും വരാമേ. താങ്ക്സ്. അമ്മയോട് സംസാരിക്കുമ്പോ മനസ്സിനൊരു ആശ്വാസം കിട്ടുന്ന ഫീലിംഗാ. ഞാൻ പുതിയ ആളായിട്ടും ഒരുപാട് നാളത്തെ പരിചയമുള്ളതുപോലെയാ അമ്മ സംസാരിച്ചത്. ഒരുപാട് സന്തോഷം തോന്നുന്നു. അമ്മ, കാർ റെഡിയാണ്, നമുക്ക് നീങ്ങിയാലോ? രവി എവിടെ? ആരെയോ ഫോൺ ചെയ്തെന്ന് തോന്നുന്നു. അദ്ദേഹം വരും, നമുക്ക് താഴേക്ക് ഇറങ്ങാം. അമ്മ വരൂ. മോളെ, What is this, Srilakshmi? Don't you have manners? മിസ്സസ് വർമ്മൻ എന്ന് പറയുന്നത് നമ്മുടെ കമ്പനിയുടെ ഉടമസ്ഥയായ സ്ത്രീയാണ്, നമ്മുടെ ബോസ്. ആ മാഡത്തെ കയറി മിനിറ്റിന് 10 പ്രാവശ്യം അമ്മ അമ്മ എന്ന് വിളിക്കുന്നത് ശരിയായ നടപടിയല്ല. അയ്യോ ചേച്ചി, ഇങ്ങനെ മനുഷ്യനെ ടെൻഷൻ എടുപ്പിക്കാതെ കാര്യം പറയ. പറയാം. നീയല്ലേ ശ്രീകുട്ടിയുടെ അടുത്ത കൂട്ടുകാരി? അതെ. ബെസ്റ്റ് ഫ്രണ്ട്? അതെ, ബെസ്റ്റ് ഫ്രണ്ട്സ്. എങ്കിൽ നീ എന്നോട് തുറന്നു പറയണം, ശ്രീകുട്ടിക്ക് ആരോടെങ്കിലും ഇഷ്ടമുണ്ടോ? ഇഷ്ടമോ? ഓ, ഇഷ്ടമെന്ന് വെച്ച പ്രേമം. അയ്യോ അറിയില്ല മായേച്ചി, അവൾ അതിനെ പറ്റിയൊന്നും എന്നോട് പറയാറില്ല. അത് കള്ളം. അവൾ ആരോട് പറഞ്ഞില്ലെങ്കിലും നിന്നോട് പറയും. ചിലപ്പം ദീപുവിനോടും. അതെനിക്കറിയാം. പറയ്, ആരെയാ ശ്രീകുട്ടി പ്രേമിക്കുന്നത്? ഓഫീസിലെ ഒരാളല്ലേ അത്? എന്റെ ദൈവമേ, ഇതെന്താ മായേച്ചി പോലീസുകാർ ചോദ്യം ചെയ്യുന്നത് പോലെയാണല്ലോ ഈ ചോദിക്കുന്നത്. ചേച്ചി യഥാർത്ഥത്തിൽ വനിതാ പോലീസാണോ അതോ നേഴ്സോ? അടിക്കൂ നിങ്ങൾ എന്നെ. ദേ കൃഷ്ണേ, ഇത് തമാശയല്ല, ഞാൻ സീരിയസ് ആയിട്ടാ ചോദിക്കുന്നത്. നീ കാര്യം പറ. സീരിയസ് ആയിട്ടാ മായേച്ചി ഞാനും പറയുന്നേ. ശ്രീ ഇത്തരം കാര്യങ്ങളൊന്നും എന്നോട് സംസാരിക്കാറില്ല. എന്തുകൊണ്ട് അറിയില്ല. ഞാൻ തൊട്ടടുത്തുള്ളതുകൊണ്ട് ആന്റിയോടും അങ്കിളിനോടും പറയുന്നുള്ള പേടിയായിരിക്കും. ശരി,
ഞാനത് വിശ്വസിച്ചു. എന്നാ ഇനി മറ്റൊരു കാര്യം അറിഞ്ഞാ മതി. ഈ രവിചന്ദ്രവർമ്മ സാറിനെ കൃഷ്ണയ്ക്ക് അറിയാവോ നേരിട്ട്? അറിയാലോ, ശ്രീയുടെ ഓഫീസിലെ ബോസ് അല്ലേ? അതെ, ആ ബോസിനോട് ശ്രീകുട്ടിക്ക് എന്തോ ഒരു കണക്ഷൻ ഉണ്ടെന്ന് എനിക്കൊരു തോന്നലുണ്ട്. അത് കൃഷ്ണയും അറിയാതിരിക്കാൻ വഴിയില്ലെന്ന് ഞാൻ വിശ്വസിക്കുന്നു. പക്ഷെ നീ പറയുന്നത് ഇതൊന്നും നീ അറിയുന്നേ ഇല്ലാന്നാ. നോക്ക്, ഒറ്റ കാര്യമുള്ളൂ, അവരൊക്കെ വലിയ വലിയ ആൾക്കാരാ. നമുക്കൊക്കെ സ്വപ്നം കാണാവുന്നതിനേക്കാൾ അപ്പുറത്തെ കാശുകാര്. ശ്രീകുട്ടിക്ക് അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമ്മളായിട്ട് അത് പ്രോത്സാഹിപ്പിക്കാൻ പാടില്ല. അതുകൊണ്ട് കൃഷ്ണ വേണം അവളോട് സംസാരിക്കാൻ. ഇനി അഥവാ അതിന് മടിയാണെങ്കിൽ എന്നോട് പറഞ്ഞാ മതി. അവള് കൊച്ചുകുട്ടിയല്ലേ, ഞാൻ അവളെ പറഞ്ഞുപദേശിക്കാം. നിനക്കറിയാലോ, ചിറ്റപ്പനും കുഞ്ഞമ്മയും അവൾക്ക് വേണ്ടിയാ ജീവിക്കുന്നത് തന്നെ. അവൾക്ക് എന്തെങ്കിലും ചതി പറ്റി ഒരു പേരുദോഷം സംഭവിച്ചാ പിന്നെ അവര് ജീവിച്ചിരിക്കില്ല. നമ്മൾ അറിഞ്ഞുകൊണ്ട് രണ്ടുപേരെ കൊലയ്ക്ക് കൊടുക്കരുത് പ്ലീസ്. ഈ മാഹിച്ചി എന്തിനാ ഇങ്ങനെ പ്ലീസ് ഒക്കെ പറയുന്നത്? എനിക്ക് മനസ്സിലാവും കാര്യങ്ങള്. ഞാൻ അവളോടൊന്ന് ചോദിച്ചു നോക്കട്ടെ, എന്നിട്ട് മാഹിച്ചിയോട് പറയാം എന്താ ഏതാന്ന്. ശരി കൃഷ്ണ, വലിയ സന്തോഷം. കാണാം നമുക്ക്. ഈ മായച്ചി എന്തറിഞ്ഞിട്ടാ പറയുന്നത്? രവിവർമ്മൻ സാർ ഒരിക്കലും ശ്രീയെ ചതിക്കില്ല. അവര് തമ്മിലുള്ള ഇഷ്ടത്തിന്റെ ആഴം എത്രത്തോളം ഉണ്ടെന്ന് എനിക്കറിയാം. എന്താ നിനക്കൊരു ഉത്സാഹം ഇല്ലാത്ത പോലെ? എന്താ സുഖമില്ലേ നിനക്ക്? ഇല്ല, അമ്മ പറഞ്ഞോളൂ, എനിക്ക് കുഴപ്പമൊന്നുമില്ല. ആ, എനിക്ക് പറയാനുള്ളതേ ആ ശ്രീലക്ഷ്മിയെ കുറിച്ചാ. അവളെ കുറിച്ച് എന്താ അമ്മയ്ക്ക് പറയാനുള്ളത്? എന്താ പറയാനുള്ളത് അമ്മ പറയട്ടെ. അതിനിടെ കുഞ്ഞ് ദേഷ്യപ്പെടാതെ. അതെ ബാലമ്മ, എന്താ ഇവന് പറ്റിയെന്നറിയില്ല. ഓഫീസിൽ വെച്ച ഞാൻ കാണുന്നതാ ഒരുമാതിരി ഇഞ്ചി കടിച്ച സ്വഭാവം. അമ്മ വെറുതെ തെറ്റിദ്ധരിക്കണ്ട. എന്താന്ന് വെച്ചാൽ പറഞ്ഞോളൂ, കേൾക്കാൻ ഞാൻ റെഡിയാ. അത് വേറൊന്നുമല്ല, ഞാൻ അന്ന് അമ്പലത്തിൽ വെച്ച് കണ്ട ഒരു പെൺകുട്ടിയെ കുറിച്ച് പറഞ്ഞില്ലേ, എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു എന്ന് പറഞ്ഞൊരു പെൺകുട്ടി. ആ കുട്ടി ആരാണെന്ന് അറിയോ നിനക്ക്? ആ, അതാണ് നമ്മുടെ രാജനന്ദിനിയുടെ ഹെഡ് ശ്രീലക്ഷ്മി. നീ എനിക്ക് സർപ്രൈസ് തരുമെന്ന് പറഞ്ഞപ്പോ ഇത്രയും നല്ലൊരു സർപ്രൈസ് ആണെന്ന് ഞാൻ ഓർത്തില്ല. അമ്മ കഥകളൊക്കെ പറഞ്ഞപ്പോ എനിക്കും അതിശയം തോന്നി. അമ്മ ഒറ്റ നോട്ടത്തിൽ ഇഷ്ടപ്പെട്ടെന്ന് പറഞ്ഞ ആദ്യത്തെ കുട്ടിയാ അത്. എന്നോട് അതിനെക്കുറിച്ച് അന്വേഷിക്കാനും പറഞ്ഞിരുന്നു. അപ്പോഴാ ദാ നമ്മുടെ സ്റ്റാഫായിട്ട് തന്നെ ആ കുട്ടി വന്നത്. സോറി ബാലമ്മ, അമ്മയുടെ നല്ല മനസ്സുകൊണ്ട് അമ്മ ഇങ്ങനെയൊക്കെ പറയുന്നത്. യഥാർത്ഥത്തിൽ ഞാൻ അമ്മയ്ക്ക് നൽകണമെന്ന് വിചാരിച്ച സർപ്രൈസ് ഇതൊന്നും ആയിരുന്നില്ല. ഞാൻ അമ്മയ്ക്ക് പരിചയപ്പെടുത്തി തരാനിരുന്ന ശ്രീലക്ഷ്മിയും ഇന്ന് അമ്മ കണ്ട ശ്രീലക്ഷ്മിയും തമ്മിൽ ഒരുപാട് വ്യത്യാസമുണ്ട്. ഒരുപാട് വ്യത്യാസം. ഒപ്പം അന്ന് രവി സാർ എനിക്കൊരു സ്പെഷ്യൽ ഗിഫ്റ്റും തന്നു. അതെന്താണെന്ന് അറിയോ തനിക്ക്? വെയിറ്റ്, ഐ ഗെറ്റ് ഇറ്റ് നൗ. See how beautiful it is. You know, Sri Lakshmi, Taj Mahal എന്നാൽ സിംബൽ ഓഫ് ലവ് എന്നാണ് അർത്ഥം. പക്ഷെ റിയൽ ലൈഫിൽ
എനിക്ക് സിമ്പിൾ കിട്ടിയതല്ലാതെ ലവ് കിട്ടിയില്ല. അതുകൊണ്ട് തന്നെ ഈ ലോകത്ത് എന്നെപ്പോലെ ഭാഗ്യഹീനയായ ഒരു പെൺകുട്ടി വേറെ ഇല്ലാന്ന് ഞാൻ കരുതും. ആ ഭാഗ്യക്കേട് ഞാൻ മാറ്റും ശ്രീലക്ഷ്മി. എടുത്തു ചാടിയിട്ടല്ല, ഒരല്പം സാവകാശം എടുത്തിട്ട്. അത് ചേട്ടായി, ഞാനിന്ന് ഓഫീസിൽ വരാത്തതേ. ആ വിഷയത്തെ പറ്റി നമ്മൾ സംസാരിച്ചു കഴിഞ്ഞതാ. ഈ വീട്ടിൽ ഓരോരോ വിശേഷങ്ങൾ വരുമ്പോൾ കേക്ക് ഉണ്ടാക്കാനും പായസം ഉണ്ടാക്കാനും ആയിരുന്നെങ്കിൽ പിന്നെന്തിനാ നിനക്ക് ഓഫീസിൽ ഒരു ക്യാബിനും ചെയറും ഇട്ടിരിക്കുന്നത്? Are you not ashamed? See what I am doing in this late hour? ഓഫീസ് കാര്യങ്ങളാണ്. I am not writing any love letters here. എന്ന് പറഞ്ഞ ഓഫീസിൽ വരാതെ രഘുവിടെ അടുക്കളയിൽ ഞാനുമായി ശൃംഗരിക്കുകയാണെന്നാണോ ബ്രദറിലോ ഈ പറഞ്ഞു വെക്കുന്നേ? രേഖ, രവി പറയുന്നതിന് നീ എന്തിനാ ദുർവ്യാഖ്യാനം ചെയ്യുന്നത്? ഓഫീസിൽ 100 കൂട്ടം ജോലിയുണ്ട് ഓരോ ആൾക്കും. അവിടുത്തെ സമയം തികയാത്തോണ്ട് രവി ഇവിടെ വന്നിട്ടും ആ ജോലി തീർക്കാൻ ശ്രമിക്കുന്നത്. അതേ ഉത്തരവാദിത്തമുള്ള രഘു പക്ഷേ എന്റെ പിറന്നാൾ കേക്കെന്ന പേരിൽ ഇന്ന് മുഴുവൻ കിച്ചണിലും ഡൈനിങ് ഹാളിലുമായിരുന്നു. അത് നിഷേധിക്കാൻ പറ്റുമോ നിനക്ക്? ഇല്ല, നിഷേധിക്കുന്നില്ല. ഒരു കാര്യം സംസാരിക്കാൻ തുടങ്ങുമ്പോ അമ്മയും മക്കളും ഒരു വശത്തും ഞാൻ ഒറ്റപ്പെടലുമാണല്ലോ പതിവ്. ഇതിലും കൂടുതൽ ഞാൻ പ്രതീക്ഷിക്കുന്നുമില്ല. അനിതക്കുട്ടി, നീ വെറുതെ നിങ്ങൾ അനിയന്റെ ചേട്ടനായിട്ട് എന്തെങ്കിലും ഇഷ്യൂ ഉണ്ടെങ്കിൽ അത് സ്വയം തീർത്താ മതി. മേലാൽ മധ്യസ്ഥം വാങ്ങാത്തൊഴിയെന്ന് പറഞ്ഞ് എന്നെ വിളിച്ച് മെനക്കെടുത്തരുത്. സ്റ്റോപ്പ് ഇറ്റ്. രേഖ നിൽക്ക്. രേഖ, സോറി ചേട്ടായി, ഞാൻ വേറൊന്നും ഉദ്ദേശിച്ചില്ല. രേഖയോട് സോറി ചേട്ടായി. സോറി സോറി സോറി. എന്ത് പറ്റി എന്റെ മോന്? പകലെ പെട്ടെന്ന് അങ്ങോട്ടൊരു സ്വഭാവ മാറ്റം. അതിന്റെ ഹാങ് ഓവർ ഇപ്പോഴും ഉള്ളിലുണ്ടല്ലോ. അതൊന്നുമല്ലമ്മേ. അനിയത്തിക്കുട്ടിക്ക് എന്താ ഒരിക്കലും ഞാൻ പറയുന്നത് പറയുന്ന അർത്ഥത്തിൽ മനസ്സിലാകാത്തത്? ഇത് തന്നെയാണ് ഉച്ചയ്ക്ക് ഞാൻ സ്വയം അറിയാതെ പറഞ്ഞതും അത് കേട്ട് നിന്റെ മൂഡ് മാറിയതും. അല്ല ശ്രീകുട്ടി, നീ എങ്ങനത്തെ ഡ്രസ് ഇട്ടാലും ഈ രവിവർമ്മ സാറിന് എന്താണ്? സാർ എന്തിനാ ഇത്രയ്ക്ക് ദേഷ്യപ്പെടുന്നെന്ന് എനിക്ക് മനസ്സിലാവാത്തത്. മായച്ചി, ചേച്ചിക്ക് ഏതെങ്കിലും ഹോസ്പിറ്റലിൽ ജോലി കിട്ടുമ്പോ ഏതെങ്കിലും ഒരു ഫാഷൻ ഡ്രസ് ഇട്ടുകൊണ്ട് പോകാൻ പറ്റുമോ? അപ്പൊ അറിയാം അവിടെ എന്തൊക്കെ പ്രശ്നങ്ങളാ ഉണ്ടാകുന്നെന്ന്. ഇതും അതുപോലെ തന്നെയാ, മനുഷ്യനെ വെറുപ്പിക്കാനായിട്ട്. നീ എന്തിനാ അവളോട് ചൂടാവുന്നേ? കുഞ്ഞമ്മേ, സോറി മായച്ചി, ഞാൻ വിഷമിപ്പിക്കാൻ പറഞ്ഞതല്ല. എനിക്കറിയാം, സാരമില്ല. എന്റെ ഒരു നോട്ടത്തിൽ ഈ പ്രശ്നം മുഴുവൻ ഉണ്ടായത് നമ്മൾ നിന്നോട് സാരി ഉടുക്കണ്ടെന്ന് പറഞ്ഞതുകൊണ്ടല്ല, നീ അന്ധമായി സാന്ദ്ര മാഡത്തിന്റെ വാക്ക് കേട്ടതുകൊണ്ടാ. അത് തന്നെ. അന്ന് തന്നെ കണ്ടില്ലേ, പലഹാരത്തിന് ഓർഡർ തന്നിട്ട് ഒരുത്തനെ അയച്ച് അതിന്റെ പിന്നെ എന്തെല്ലാം പ്രശ്നമുണ്ടായി. ഓഫീസിൽ നിന്ന് രഹസ്യം ചോർത്തിന്ന്, വീട്ടിൽ നിന്ന് കള്ളപ്പണം പിടിച്ചു എന്നൊക്കെ പറഞ്ഞ് നമ്മളെ കൊറേ വെള്ളം കുടിപ്പിച്ചില്ലേ ആ സാന്ദ്ര മാഡം. ആ മാഡത്തിന്റെ വാക്ക് എന്നൊക്കെ കേട്ടിട്ടുണ്ടോ അന്നൊക്കെ പ്രശ്നം ഉണ്ടായിട്ടുണ്ട്. അതാണ് സത്യം. സാന്ദ്ര ആയാലും സരോജ ആയാലും മായ ആയാലും ഇവിടെ ഇപ്പൊ ബലിയാടായത് ഞാനാ. എന്റെ വിഷമം ആർക്കും മനസ്സിലാവില്ല, അത്ര തന്നെ.
എന്താ ചെയ്യുന്നേ? അച്ഛൻ വരാറായി. നീ ഇവിടെ കിടന്ന ശരിയാവില്ല. അച്ഛൻ വന്ന് കാര്യം തിരക്കുമ്പോ ആദ്യം മുതലുള്ള പുരാണം മുഴുവൻ പറയേണ്ടി വരും. എഴുന്നേറ്റ് അകത്ത് പോയി കിടന്നേ. ചെല്ല് ചെല്ല്. രഘു, ഭക്ഷണം കഴിക്കുമ്പോ മൊബൈൽ നോക്കരുത്. നിന്നോട് എത്ര പ്രാവശ്യം പറഞ്ഞിട്ടുള്ളത്? സോറി അമ്മേ, സോറി. രഘു, ഇന്നു മുതൽ നീ കൃത്യമായിട്ട് ഓഫീസിൽ വരണം. കുറെ ദിവസം ഉത്സാഹത്തോടെ ജോലി ചെയ്തിട്ട് പിന്നെ 2 മാസം വീട്ടിലിരുന്ന ഒരു പ്രയോജനം കിട്ടില്ല. പറഞ്ഞ നിനക്ക് മനസ്സിലായോ? യെസ് ചേട്ടായി, ഞാൻ ഇപ്പൊ തന്നെ ഇറങ്ങും. അത്ര അത്യാവശ്യമൊന്നുമില്ല. ഇടയ്ക്ക് അയാൾ എന്നെ ബന്ധപ്പെടാൻ ശ്രമിച്ചിരുന്നു. കമ്പനിയിലെ എന്തോ ഒഫീഷ്യൽ കാര്യത്തിനാ. അത് വളരെ പണ്ട്. ഇപ്പൊ കമ്പനിയില് ചില സബ് കോൺട്രാക്ട്സ് കൊടുക്കാനുള്ള നീക്കം ഉണ്ടായിരുന്നു. അപ്പൊ ഞാൻ വിചാരിച്ചു. അതിനെന്താ കുട്ടി, തീർച്ചയായിട്ടും ഞാൻ നമ്പർ എടുത്ത് അയച്ചു തരാം. അപ്പൊ പിന്നെ ഞാൻ ഇറങ്ങട്ടെ. ശരി മായേച്ചി, നമുക്ക് കാണാം. ബയോഡേറ്റ അയക്കാൻ മറക്കണ്ട. അയച്ചോളാം. അല്ല, ആരാ പറഞ്ഞത് എല്ലാം തുറന്നു പറഞ്ഞാലേ പ്രണയം ആകുള്ളൂവെന്ന്? ഇതെന്താ ബാങ്ക് അക്കൗണ്ട് ആണോ? ഫോമൊക്കെ ഫില്ല് ചെയ്ത് ഒഫീഷ്യലായി തുടങ്ങാനും കോളം മുഴുവനും ഫില്ല് ചെയ്യാനും? തുറന്നു പറഞ്ഞാലും ഇല്ലെങ്കിലും നമ്മുടെ മനസ്സിൽ തോന്നുന്നതാണ് പ്രണയം, അല്ലാതെ ചർച്ച ചെയ്തുണ്ടാക്കിയെടുക്കുന്നതല്ല. കറക്റ്റ്. എനിക്ക് മനസ്സിൽ പ്രേമം ഉണ്ടായിരുന്നയാ ഒരാളോട്, പറഞ്ഞിട്ടില്ലെന്നേ ഉള്ളൂ. അതിന് നമ്മൾ ഇഷ്ടപ്പെടുന്നവർക്കും അങ്ങനെയൊക്കെ തോന്നണ്ടേ കൃഷ്ണ? അന്ന് രാത്രി സാന്ദ്ര മാഡത്തിന്റെ വീട്ടിൽ പോയി വന്ന ശേഷം രവി സാറിന്റെ സാന്ദ്ര മാഡത്തിന് മുൻപില് ഞാനൊരു അധിക പറ്റാണെന്ന് തോന്നല എനിക്ക്. ദിവസങ്ങൾ കഴിഞ്ഞ് ഓരോന്ന് കാണും തോറും രവി സാറിന് ഒരിക്കലും ചേരുന്ന പെണ്ണല്ല ഞാനെന്ന് തോന്നുന്നുണ്ട് എനിക്ക്. സാർ എത്ര ഉയരത്തിലുള്ള സോഷ്യൽ സ്റ്റാറ്റസിലുള്ള ആളാ, മൾട്ടി മില്യണയർ. ഞാനൊരു വെറും കൃമികീടം. ശ്രീലക്ഷ്മി, ഇനി ഇതുപോലത്തെ ബോറ് വർത്താനം പറയല്ലേ. പ്രേമിക്കാൻ തുടങ്ങുന്നതിന് മുമ്പ് ഇത് ഇങ്ങനെ തന്നെ ആയിരുന്നല്ലോ. പിന്നെന്താ ഇപ്പൊ ഒരു ബോധോദയം? ബോധോദയം ഇതല്ല ദീപു. സാന്ദ്ര മാഡത്തിന്റെ വീട്ടിൽ കണ്ട ഫോട്ടോകളാ, സാന്ദ്ര മാഡം പറഞ്ഞ വാക്കുകളാ. അവരുടെ ഇന്റിമസിക്ക് മുൻപില് എന്റെ ഇഷ്ടത്തിന് ഒരു സ്ഥാനവും ഇല്ല. ഇറ്റ്സ് മിയർലി ടൈം വേസ്റ്റ്. അതാ സത്യം. നോ, ഇതൊന്നും നിന്റെ അഭിപ്രായമല്ല ശ്രീ. എനിക്കറിയാം. നീ സാന്ദ്ര മാഡത്തിന്റെ വീട്ടിൽ പോയപ്പോ ആ സ്ത്രീ നിന്റെ മനസ്സിൽ ഇഞ്ചക്ട് ചെയ്ത കാര്യങ്ങളാ.
അല്ലെങ്കിൽ തന്നെ നീ കഴിഞ്ഞ ദിവസം മായിച്ചോട് പറഞ്ഞതല്ലേ, സാന്ദ്ര മാഡം രവിസാറിനെ ഇഷ്ടപ്പെട്ടാലും രവിസാറിന്റെ മനസ്സിൽ എന്താ ഉള്ളതെന്ന് അറിയണ്ടേന്ന്. അത് മാത്രമല്ല, രവിവർമ്മൻ സാറ് നിന്നോട് മാത്രമേ ഐ ലവ് യു എന്ന് പറഞ്ഞിട്ടുള്ളൂ. നീ അത് നിന്റെ ഈ ചെവി കൊണ്ട് നേരിട്ട് കേട്ടതാണ്. ഒരു കപ്പ് പൊട്ടിയെന്ന് വെച്ച് നമ്മുടെ ബന്ധവും ഇഷ്ടവും തകർന്നു പോവോ? ഇല്ലല്ലോ. ഇനിയെങ്കിലും നീ ഇത് മറന്നേ പറ്റൂ. വേണമെങ്കിൽ ഒരു കാര്യം ചെയ്യാം. നിന്റെ വിഷമം മാറാൻ നമുക്കൊരു യാത്ര പോയാലോ? അല്ലെങ്കിൽ ഒരു കൊച്ചു ഷോപ്പിംഗ്. കൊച്ചു ഷോപ്പിംഗോ? പോകുന്നെങ്കിൽ വലിയ ഷോപ്പിങ്ങിന് പോയാ മതി. ഇതെന്താ ഒരു കൊച്ചു ഷോപ്പിംഗ്? ശരി, ആയിക്കോട്ടെ, വലിയൊരു ഷോപ്പിംഗ് ഫിക്സ് ചെയ്യാം. ഇനി പറ, എങ്ങോട്ടാ യാത്ര? തേക്കടി, മൂന്നാർ, ഊട്ടി, കൊടൈക്കനാൽ. പറ പറ പറ. അയ്യേ, ഇതെന്താ നമ്മൾ സിനിമ പാട്ട് ഷൂട്ട് ചെയ്യാൻ പോവാണോ? തേക്കടി, മൂന്നാർ, ഊട്ടി, കൊടൈക്കനാൽ. തേക്കടി, മൂന്നാർ, ഊട്ടി, കൊടൈക്കനാൽ. സ്ഥിരം ഷൂട്ടിംഗ് ലൊക്കേഷൻസ്. ഹേ, അതൊക്കെ പണ്ട്. ഇപ്പൊ സോങ് ഷൂട്ടിംഗ് എല്ലാം അന്യ രാജ്യങ്ങളിലല്ലേ. സ്വിറ്റ്സർലാൻഡ്, മൗറീഷ്യസ്, കൊളംബോ, അങ്ങനെ 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 പോവും. അതിൽ നിനക്ക് എവിടെ പോണം അത് പറ, കേക്കട്ടെ. അതിപ്പോ ഞാൻ പറ പറ പറ. അമ്മേ, ഞങ്ങളത് പിന്നെ ഒരു കുഴപ്പമില്ല, എവിടെ വേണേ പോയിക്കോ. എന്നാലും ഭാര്യയെ സന്തോഷിപ്പിക്കാൻ നീ പഠിച്ചല്ലോ, അത് തന്നെ ധാരാളം. ഭാര്യയെ സന്തോഷിപ്പിക്കാൻ പഠിച്ചാൽ അവൻ ലൈഫ് ലോങ് ഹാപ്പി ആയിരിക്കും എന്നാ പറയാറുള്ളത്. സോറി മദർ ഇൻ ലോ. സ്വന്തം അമ്മായി അമ്മ ഇങ്ങനെ ഓരോന്ന് ഒളിഞ്ഞു നിന്ന് കേട്ടാ ഞാൻ ഒരിക്കലും ഹാപ്പി ആവില്ല. ദിസ് ഇസ് നോട്ട് ഗുഡ് മദർ ഇൻ ലോ. ഈ വീട്ടിൽ ഞങ്ങൾക്കൊരു പ്രൈവസി ഇല്ലാതായോ? ഞാൻ ഒളിഞ്ഞു നിന്ന് കേൾക്കണമെന്ന് ഉദ്ദേശിച്ച് വന്നതല്ല. ഐ ആം സോറി. കപ്പ് പൊട്ടിയന്റെ കാര്യം നീ മനസ്സിൽ വെച്ചേക്കണ്ടെന്ന് പറയാനാ വന്നത്. പക്ഷെ രഘു തന്നെ എല്ലാം പറഞ്ഞു കഴിഞ്ഞു. ഇനി ഞാനൊന്നും പറയേണ്ട കാര്യമെല്ലാം തോന്നി, അത്രേ ഉള്ളൂ. പിന്നെ എനിക്ക് പ്രായം ഇത്രയൊക്കെ ആയില്ലേ, ഞാൻ എന്തിനാ നിങ്ങളുടെ സംസാരം ഒളിഞ്ഞെന്ന് കേൾക്കുന്നേ? അതുകൊണ്ട് എനിക്കെന്ത് ഉപകാരം? ഒന്നുമില്ല. വാസ്തവത്തിൽ ഈ വീട്ടിൽ എല്ലാവരും സന്തോഷത്തോടെ ഇരിക്കണമെന്ന് മാത്രമേ എനിക്കുള്ളൂ. ഓ, അകത്തേക്ക് വന്നു കഴിഞ്ഞല്ലോ, ഇനി എന്തോന്ന് എക്സ്ക്യൂസ് മീ. വന്ന കാര്യം പറഞ്ഞിട്ട് പോവാൻ നോക്ക്. 2 മിനിറ്റായി ഞാൻ വന്നിട്ട്. അല്ല, മുതലാളി ഫോണിൽ സംസാരിക്കുകയായിരുന്നോ അതോ ഫോണിനോട് സംസാരിക്കുകയായിരുന്നോ? ഒറ്റയ്ക്ക് സംസാരിക്കുന്നത് കണ്ടു, അതാ ചോദിച്ചത്. ശ്രീലക്ഷ്മിയുടെ അവളെന്താ ഓഫീസിൽ വരാത്ത? അറിയില്ല സർ, സോറി. ഇനിയിപ്പോ ഫോണിൽ വിളിച്ച് ചോദിക്കണോ അതോ ഞാൻ വീട്ടിൽ പോയി നേരിട്ട് വിളിച്ചോണ്ട് വരണോ? എന്ത് വേണമെന്നാ മുതലാളി ഉദ്ദേശിക്കുന്നത്? ലീവ് ആപ്ലിക്കേഷൻ കൊടുത്തിട്ടാണോ പോയതെന്നാണ് ഞാൻ ചോദിച്ചത്. അല്ലാതെ അവളുടെ വീട്ടിൽ പോകാനോ ഗുണ്ടായിസം കാണിക്കാനോ ഒന്നും ഞാൻ ഉദ്ദേശിച്ചിട്ടില്ല. ഗുണ്ടായിസോ? ബിസിനസ് കാര്യത്തിൽ മറ്റുള്ളവരെ പോയി ഡീൽ ചെയ്യാൻ പറയുന്ന അതേയാൾ ശ്രീലക്ഷ്മി മാഡത്തിന്റെ കാര്യമായപ്പോൾ എന്നെ ഗുണ്ടായിസം നടത്താൻ പോകുന്ന ആളാക്കുന്നു. അത് നല്ല ഇരട്ടത്താപ്പാണല്ലോ. അവളൊരു മെസ്സേജ് പോലും അയച്ചിട്ടില്ല ഇതുവരെ. Where is she now? എന്റെ പോക്കറ്റിൽ ഞാൻ ആരെ ഒളിപ്പിച്ചില്ല കേട്ടോ. നീ വെറുതെ കിടന്ന് അലറണ്ട. നിന്റെ വിഷമം മനസ്സിലാക്കിയിട്ട് തന്നെയാ ഞാൻ സംസാരിക്കുന്നത്. നീ കൊടുത്ത സ്വാതന്ത്ര്യത്തെ അവൾ ദുരുപയോഗം ചെയ്യുകയാണ് എപ്പോഴും. അതാണ് ഇവിടെ വീണ്ടും വീണ്ടും സംഭവിക്കുന്നത്. നിനക്ക് വേണമെങ്കിൽ അവളെ ഫോൺ വിളിച്ച് സംസാരിക്കാമല്ലോ, എന്തുകൊണ്ട് ഓഫീസിൽ വരുന്നില്ല എന്ന്. അപ്പോഴും അവൾ പച്ചക്കള്ളമേ പറയൂ. എനിക്കുറപ്പാണ്. എന്തുറപ്പ്?
വെറുതെ തോന്നിയ പറയരുത്. തോന്നിയവാസമല്ല, നടന്നതും നടക്കുന്നതുമായ സത്യം. രഘുവിന്റെ വെഡിങ് ആനിവേഴ്സറിക്ക് അവൾ നിന്റെ വീടിന്റെ മുറ്റത്ത് വരെ വന്നിരുന്നു. നിന്റെ സ്വന്തം കണ്ണിൽ കണ്ട കാഴ്ച. പക്ഷെ അതിനെക്കുറിച്ച് ചോദിച്ചപ്പോൾ അവൾ എന്താ പറഞ്ഞത്? എന്തിനു വന്നു, എങ്ങനെ വന്നു എന്ന് അവൾക്കറിയില്ല എന്ന്. നീ നേരിട്ട് കണ്ട കാര്യത്തിന് പോലും സത്യം പറയാത്തവൾ മറ്റ് കാര്യങ്ങൾക്ക് സത്യം പറയുമെന്നുള്ളതിന് എന്ത് ഗ്യാരണ്ടിയാ നിനക്കുള്ളത്? ഒരു ഗ്യാരണ്ടിയില്ല. അവളുടെ കാര്യത്തിൽ മാത്രമല്ല, നിന്റെ കാര്യത്തിലും. നീ വലിയ ന്യായം പറയുന്നുണ്ടല്ലോ. അന്ന് ഞാൻ പോലും അറിയാതെ അവളെ തിരികെ വീട്ടിൽ കൊണ്ടാക്കിയില്ല നീ. ഇപ്പൊ ബോള് നിന്റെ കോട്ടില. അടുത്ത ഗോള് നീ വേണോ അടിക്കാൻ? ഒന്ന് പോടി അവിടുന്ന്. ഇവിടെ സൗകര്യങ്ങളൊക്കെ കുറവാ. അമ്മയ്ക്ക് ഇഷ്ടപ്പെടുമെന്തോ? ഇതൊക്കെ തന്നെ ധാരാളമല്ലേ. ആ, ഇത് കൊള്ളാം, എനിക്കിഷ്ടപ്പെട്ടു. അവിടെ വീട്ടിലൊരു തയ്യൽ മെഷീൻ വാങ്ങിയിടണമെന്ന് കുറെ നാളായിട്ട് വിചാരിക്കുന്നു. ഇതുവരെ നടന്നിട്ടില്ല. ഓ, അതിനെന്താ, ഇനിയും വാങ്ങിയിടല്ലോ. അമ്മയ്ക്ക് കുടിക്കാൻ എന്താ എടുക്കേണ്ടത്? ചായ, കാപ്പി? ഞാൻ നല്ല ഇഞ്ചി ചായ ഉണ്ടാക്കും, അതൊരെണ്ണം എടുക്കട്ടെ? ഒന്നും വേണ്ട. നേരെ അസമയല്ലേ, ചൂടായിട്ടൊന്നും കുടിച്ചാൽ ശരിയാവില്ല. അയ്യോ, അങ്ങനെ പറയരുത്. ആദ്യമായിട്ട് ഞങ്ങളുടെ വീട്ടിൽ വന്നിട്ട്. ശരി, എന്നാ കുടിക്കാൻ ഒരു ഗ്ലാസ് വെള്ളം തന്നോളൂ, അത് മതി. അല്ലമ്മേ, അച്ഛൻ ഇന്നലെ കൊണ്ടുവന്ന കരിക്കകത്തിരിക്കുന്നുണ്ടല്ലോ, നമുക്ക് അതെടുത്ത് കൊടുത്താലോ? ആ, ശരിയാ ശരിയാ, അത് മറന്നു. അമ്മ കരിക്കാണെങ്കിലേ. ശരി, ആയിക്കോട്ടെ. വാ മോളെ, വാ. ഞാനത് ഇവിടെ വെച്ച്. മോളെ, ആ വെട്ടിയത്ത് എടുക്ക. സാരമില്ല. ഇപ്പൊ വീട്ടില് ഞാൻ, രവി, രഘു, മരുമകൾ രേഖ, ഇത്രയും പേരാ. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു. സത്യം പറഞ്ഞ രവിവർമ്മ സാർ ഇവിടെ വരുമ്പോ എത്ര സന്തോഷം തോന്നുന്നോ, ഇന്ന് അതിനേക്കാൾ വലിയ സന്തോഷം തോന്നാമേ. കൂട്ടത്തിൽ ചെറിയൊരു പേടിയും തോന്നുന്നുണ്ട് എനിക്ക്. പേടിയോ? അതെന്തിന്? നമ്മളെ പോലുള്ള പാവപ്പെട്ടവരുടെ വീട്ടിലെ പണക്കാര് വരുന്നതിന് വലിയൊരു അതിശയാ. നമ്മുടെ ചങ്കിടിപ്പ് കൂടും. അമ്മയാണെങ്കിലേ പണക്കാരില് പണക്കാര്. പെട്ടെന്ന് ഇങ്ങനെ വന്നപ്പോ എന്ത് സംസാരിക്കണമെന്ന് അറിയില്ല എനിക്ക്. അതാ പേടിയെന്ന് പറഞ്ഞത്. ഞാൻ താമസിക്കുന്ന വീടും ഞാൻ സഞ്ചരിക്കുന്ന കാറും ഒക്കെ വലുതായിരിക്കും സരോജാമ്മേ. പക്ഷേ ഞാനും നിങ്ങളെ പോലെ ആള് തന്നെയാ. ദൈവത്തിന്റെ കണ്ണിൽ നമ്മളെല്ലാവരും ഒരുപോലെ തന്നെയാണെന്നാണ് എന്റെ വിശ്വാസം. എന്താ, അതല്ലേ അതിന്റെ ശരി? അയ്യോ, തന്നെ തന്നെ, സത്യം. അമ്മയുടെ സംസാരം കേട്ട രവിവർമ്മ സാർ സംസാരിക്കുന്ന പോലെ തന്നെ ഉണ്ട്. രവിവർമ്മ സാറിന്റെ നല്ല സ്വഭാവം അമ്മേന്ന് കിട്ടിയതായിരിക്കും അല്ലേ? നിങ്ങളെ പോലുള്ളവരുടെ കീഴിൽ എന്റെ മോക്ക് ജോലി ചെയ്യാൻ കിട്ടിയത് തന്നെ മഹാഭാഗ്യ അല്ലേടി മോളെ? അതെ. അങ്ങനെ ഒന്നും കരുതണ്ട. സത്യം പറഞ്ഞ ശ്രീലക്ഷ്മിയെ പോലൊരു കുട്ടി നമ്മുടെ കമ്പനി ജോലി ചെയ്യുന്നത് തന്നെ ഞങ്ങളുടെ ഭാഗ്യമാണെന്ന് ഞാൻ പറയും. ഇവള് ഓഫീസിൽ നല്ല ചുണക്കുട്ടിയല്ലേ? ഇപ്പോഴായി എനിക്ക് സമാധാനായത്. മോള് ഓഫീസിൽ വല്ല പ്രശ്നം ഉണ്ടാക്കിയിട്ട് അത് ചോദിക്കാനാണോ അമ്മ വന്നതെന്ന് എനിക്കൊരു സംശയം ഉണ്ടായിരുന്നു. ഇപ്പോഴാ അത് മാറിക്കിട്ടിയത്. നിങ്ങളുടെ മകളുടെ ഭാഗത്തു നിന്ന് ഒരു തെറ്റും ഇതുവരെ സംഭവിച്ചിട്ടില്ല. അങ്ങനെ ചിന്തിച്ച് വിഷമിക്കേ വേണ്ട സരോജാമ്മ. സത്യത്തിൽ ശ്രീലക്ഷ്മി ആദ്യം കണ്ട അന്ന് തന്നെ എനിക്കിഷ്ടപ്പെട്ടതാ. പിന്നെ ഓഫീസ് സ്റ്റാഫായപ്പോ അത് കൂടി. മനസ്സ് നിറഞ്ഞ് സംസാരിച്ച് എന്റെ സന്തോഷത്തെ എങ്ങനെ പ്രകടിപ്പിക്കണമെന്ന് അറിയാതെയാ ഞാൻ ഇവിടേക്ക് വന്നത്. അതിനൊരു സമ്മാനം തരാം. കുട്ടി, ഇത് വാങ്ങിച്ചോളൂ. അയ്യോ അമ്മേ,
എന്താ ഇത്? വേണ്ട വേണ്ട വേണ്ട, ഇതൊന്നും ശരിയാവില്ല. എനിക്ക് പേടിയാവുന്നു. എന്ത് പേടി? എന്താ ശരിയാവാത്തേ? ഞാൻ ആദ്യമായിട്ട് ഈ വീട്ടിൽ വന്നതല്ലേ. ഇത് ഞാൻ ശ്രീലക്ഷ്മിക്ക് നൽകുന്ന എന്റെ ചെറിയൊരു സമ്മാനം മാത്രമാ. അയ്യോ അമ്മേ, ഇതൊന്നും വേണ്ടായിരുന്നു. വേണം. നിന്നെ ഞാൻ കാണുന്നത് എന്റെ സ്വന്തം മോളെ പോലെയാ. ഇതെന്റെ സന്തോഷത്തിന് ഞാൻ എന്റെ മോൾക്ക് നൽകുന്ന ഗിഫ്റ്റാ. വാങ്ങിച്ചോളൂ പ്ലീസ്. മേടിച്ചോ. താങ്ക് യു അമ്മേ, താങ്ക്സ് എ ലോട്ട്. ശ്രീലക്ഷ്മി നമ്മുടെ ഓഫീസിൽ ജോയിൻ ചെയ്യുന്ന നാൾ മുതൽ അവളെ കാണണം, അവളോട് സംസാരിക്കണം എന്ന് ഞാൻ ഒരുപാട് ആഗ്രഹിച്ചിരുന്നു. ഇപ്പൊ ശ്രീലക്ഷ്മി രാജനന്ദിനി ഫാബ്രിക്സിന്റെ ഹെഡായി. ആ സന്തോഷത്തിനായി ഈ സമ്മാനം. ആ, ഇനി നിങ്ങൾ എല്ലാവരും കൂടി ഒരു ദിവസം ഞങ്ങളുടെ വീട്ടിലേക്ക് വരണം. സർ, ഞാൻ എന്റെ ജീവിതത്തിൽ സാറിനെ അല്ലാതെ വേറൊരാളെ പറ്റി ചിന്തിക്കുക പോലും ചെയ്തിട്ടില്ല ഇതുവരെ. എത്ര ശ്രമിച്ചിട്ടും സാറിനെ ആർക്കും വിട്ടുകൊടുക്കാൻ എന്നെ കൊണ്ട് കഴിയുന്നില്ല സർ. അത്രമാത്രം സാറിനെ ഞാൻ മനസ്സിൽ ഏറ്റെടുത്തു പോയി. കഴിഞ്ഞ 10 വർഷമായിട്ട് ഞാൻ ജീവിക്കുന്നത് തന്നെ സാറിന് വേണ്ടിയിട്ടാണ്. അതുകൊണ്ട് തന്നെ ശ്രീലക്ഷ്മിയും സാറുമായിട്ടുള്ള ബന്ധം നശിപ്പിക്കേണ്ടത് എന്റെ നിലനിൽപ്പിന്റെ പ്രശ്നമാണ്. എന്ത് വില കൊടുത്തു, ആരെ കൂട്ടുപിടിച്ച് ഞാനത് ചെയ്യും. എനിക്കത് ചെയ്തേ പറ്റൂ. ഐ എം സോറി. അറിഞ്ഞുകൊണ്ട് ചെയ്യുന്ന ഈ തെറ്റിന് സാറ് ക്ഷമിക്കണം.